ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ നവനീതകൃഷ്ണൻ്റെ എല്ലാ ഭക്തർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി, നമസ്കാരം. ഇന്ന് പ്രതിഷ്ഠാദിനത്തിൻ്റെ സപ്താഹം തുടങ്ങി സമാപിച്ചു. പ്രതിഷ്ഠാദിനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം. നാളെ പ്രതിഷ്ഠാദിനം, ഭഗവാന്റെ പിറന്നാൾ. എല്ലാ ഭക്തരെയും ക്ഷേത്രസന്നിധിയിലേക്ക് ആദ്യം തന്നെ പ്രത്യേകം ഒരു നോക്ക് ഭഗവാനെ കാണാനും തൊഴാനും പ്രത്യേകം ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ, സർവൈശ്വര്യങ്ങളും ഭഗവാനിൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ ക്ഷേത്രത്തിന് കുട്ടി ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നോക്കിയാൽ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും വഴിപാടുകളൊക്കെ അറിയാം നടത്തിപ്പോകുന്നത്. ഇപ്പോൾ നാളെയാണ്, ഇന്ന് വൈകുന്നേരം മുതൽ ക്ഷേത്രതന്ത്രിയാണ് ക്ഷേത്ര പൂജാവിധികളൊക്കെ ചെയ്യുന്നത്. മുൻ ഗുരുവായൂർ ശബരിമല മേൽശാന്തി തെക്കിനിടത്ത് കൃഷ്ണൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തെത്തും. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്തിലാണ് ഇനിയുള്ള വഴിപാടുകളൊക്കെ പൂജകളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പൂജ പ്രത്യേകമായിട്ട് ഇന്ന് വൈകുന്നേരം തൊട്ട് പുതിയ സുദർശനം ക്ഷേത്രത്തിലുണ്ട്. ഒരു വർഷം മുമ്പ് വാങ്ങിച്ചത് പുഴയിലെ വെള്ളത്തിലോ കൊണ്ടൊഴുക്കി പുതിയ സുദർശനം, അതായത് ചെമ്പ് വെള്ളി കവറുള്ള ചെമ്പ് തകിടായ കൊണ്ടാണ് ആ സുദർശനം ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി അതിൽ ഫോൺ നമ്പറും പേരും എഴുതി, വീട്ടിലുള്ള പേരോ വീട്ടുപേരോ എഴുതി കൊടുത്ത് ക്ഷേത്രതന്ത്രിയുടെ അടുത്ത് നിന്ന് വൈകുന്നേരത്തെ പൂജ കൊടുക്കുക. സുദർശനോമം ഉണ്ട്, ഭാഗവതസേവയുണ്ട്. വലിയ പത്മോട്ട് അതിനകത്താണ് ഭാഗവതസേവയും സുദർശനോമം ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ക്ഷേത്രത്തിലുള്ള ക്ഷേത്രതന്ത്രിയുടെ പൂജ, ഒരു ദീപം ഭഗവാന്റെ നവനീതകൃഷ്ണൻ്റെ ഒന്ന്, ഗണപതിക്കൊന്ന്, ഭഗവതിക്കൊന്ന്, അങ്ങനെയൊക്കെ സങ്കല്പത്തോടുകൂടിയാണ് ഈ പൂജാവിധികളൊക്കെ ചെയ്യുന്നത്. അതിൽ ഉൾപ്പെടുന്നത് ഭഗവതിയുണ്ട്, ക്ഷേത്രത്തിലെ ഗണപതിയുണ്ട്, നവനീതകൃഷ്ണനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വേട്ടയ്ക്കൊരു മകനുണ്ട്. വേട്ടയ്ക്കൊരു മകനാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര കുടുംബ പരദേവത. അവർക്കും ഒരു വിളക്ക് വെച്ചിട്ടുണ്ടെന്ന് ചെയ്യുന്നത്. വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള മൂർത്തിയിലൊന്നാണ് വേട്ടയ്ക്കൊരു മകൻ. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും പൂജ ചെയ്താൽ എന്താ പറയുക, ശത്രുക്കളെ അടുത്ത്, വീട്ടിലോ നമ്മുടെ തൊഴിലിലോ എന്തെങ്കിലും ഭാവത്തിലോ ശത്രുക്കൾ അടുത്ത് വരില്ല എന്നാണ് എൻ്റെ സങ്കല്പം. ആ പൂജയിൽ പങ്കെടുക്കാനാണ് എല്ലാവരെയും പ്രത്യേകം അറിയിച്ചു കൊടുക്കുന്നത്. പങ്കെടുത്ത ശത്രുക്കളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ദൃഷ്ടിയും ശത്രു മാറിപ്പോയാൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടായി. അതാണ് ഏറ്റവും വലിയ വിഷയം. അതിനാണ് മുമ്പ് കാരണന്മാരൊക്കെ പറഞ്ഞത്, ക്ഷേത്രത്തിൽ പോയി അമ്പലത്തിൽ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ തീരും. ആ ശത്രുദോഷം തന്നെ, ശത്രുവിൻ്റെ ദൃഷ്ടി തന്നെ ഇല്ലാതാവും. കരിങ്കല്ല് ഉള്ളെന്ന് പറഞ്ഞ പോലെ നോക്കിയാൽ, നല്ല കരിങ്കല്ല് ഉള്ളെന്ന് പറഞ്ഞ പോലെ അതാണ് സത്യം. അതിന് ക്ഷേത്രത്തിൽ പോയാൽ മുഖത്തൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവും, ഈശ്വര ചൈതന്യം ഉണ്ടാവും, പറയുന്നവിടെ സംസാരിക്കുന്ന അക്ഷരശുദ്ധി ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്ന് വൈകുന്നേരം മുതലുള്ള തന്ത്രി പോകുന്നവരെ, നാളെ കലച്ചവാടി അലങ്കാര പൂജ കഴിയുന്നവരെയുള്ള എല്ലാ വിശേഷ പൂജകളിലും ഒരു സമയമെങ്കിലും വന്നെത്താനും കാണുവാനും ക്ഷേത്രത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചോളൂ. അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത വഴിപാടുകൾ ഉള്ള എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുള്ള വഴിപാടാണ് ക്ഷേത്രത്തിൽ പ്രധാന വഴിപാട്. എന്താണെന്ന് ചോദിച്ചാൽ പഴം, പഞ്ചസാര, അവിലെ, കൽക്കണ്ട്, മുന്തിരി, നാളികേരം, നെയ്വിളക്ക്, ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു വഴിപാടാണ് തട്ടിൽ. എല്ലാവരുടെ വീട്ടിൽ എല്ലാവരുടെ പേരും നാളും ഒരു ചീട്ടിൽ എഴുതി, ഒരു ചീട്ടിൽ ഒരാളുടെ പേരുന്നാളോ വീട്ടുപേരോ എഴുതി അതിനെ സ്റ്റാപ്പിൾ കഴിച്ച് ക്ഷേത്രമേശാൻ്റെ അടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ തന്ത്രിയുടെ അടുത്ത് കൊടുത്ത് അതിനെ വഴിപാട് ചെയ്യുക. അതിൽ പൂർണ്ണമായി ഭഗവാൻ ഇഷ്ടമുള്ള, നവനീത ഇഷ്ടമുള്ള എല്ലാ വഴിപാടുകളും അതിൽ ഉൾപ്പെടും. അത് 100 രൂപയാണ് ക്ഷേത്രത്തിലെ വഴിപാടിന് പൈസ. അതിന് തിരുമുൽക്കാഴ്ച എന്നാണ് പറയുക. തിരുമുൽക്കാഴ്ച വഴിപാട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും മേലിൽ വലിയ ഉണ്ടിയിൽ ആണ് സമർപ്പിക്കുക. അത്
നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന താമരപ്പൂവോ പട്ടുകോണകം ക്ഷേത്രങ്ങളിൽ പഞ്ചസാരയായിട്ടാണ് ഉണ്ടിയിലാണ് വയ്ക്കുക. വഴിപാട് എല്ലാവരും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മളതിനെ കുട്ടി ഗുരുവാരായ കൊണ്ട് ഇവിടെ ചെയ്യാൻ സമയപരിധി ഉള്ളതുകൊണ്ട് നമ്മളിവിടെ തട്ടിൽ വാങ്ങി ആ ചീട്ടാക്കിയിട്ട് ചെയ്യാം. ഈ മെസ്സേജ് കാണുന്നവർ വലിയൊരു അടുത്തുള്ള ഒരാളുടെ വിഷമം മാറ്റാനുള്ള ഒരു പഴുത് കൂടെ ആവും എൻ്റെ ഈ സന്ദേശം. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഈ ഫോണിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്കോ അവർക്കൊരു ഉണർവുണ്ടായിക്കോട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഈ മെസ്സേജ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരെയും ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ അത് പറയണ കാര്യം, നമ്മൾ ഒരാൾക്ക് ഒരു സഹായം നമ്മളോട് സാമ്പത്തികമായിട്ടോ എന്തെങ്കിലുമായിട്ടോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈശ്വര വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അത് ഏറ്റവും വലിയ പുണ്യമാണ്. അതിനാണത് പറയാൻ പറയുന്നത്. അവർക്ക് കിട്ടുന്ന തൊഴാൻ വരുന്നവർക്ക് എത്രയാണോ ഒരു വിഹിതം ഭഗവാൻ കൊടുക്കുന്നത് നന്മ, അതിൽ ഒരു 10% ഈ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിനാണിത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അതിനാണ് നാമജപമൊക്കെ ആയിട്ട് ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ഷേത്ര സന്നിധിയിലെത്തുക. ഇതുവരെ സഹകരണങ്ങളൊക്കെ ചെയ്തവർക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എന്തെല്ലാം എന്താ പറയുക, ഒരു മഞ്ചാടിക്കുരുവിൽ 1 രൂപ ഇട്ട് ഭഗവാന്റെ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ച് തൊഴിച്ച അവർക്കും ആ കുട്ടികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും കൊടുക്കട്ടെ, നല്ല വിദ്യ കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ, ക്ഷേത്ര പ്രസിഡൻ്റ് എന്ന പേരിൽ എൻ്റെ പേരിൽ നന്ദി നമസ്കാരം അറിയിച്ചുകൊള്ളുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.